വെൽക്കം, തഹ്മനാണ്. എൻഡോക്രൈൻ ഫിസിയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ പൈനിയൽ ഗ്ലാൻഡ് ഓർ പീനിയൽ ഗ്ലാൻഡിനെ പറ്റിയാണ് പറയാം. ദെൻ ഓൾസോ വിൽ ടോക്ക് അബൌട്ട് ദ ഹോർമോൺ മെലറ്റോണിൻ എന്ന ഹോർമോണിനെ പറ്റി നമ്മൾ പറയും. സോ അപ്പോൾ ആദ്യം നമുക്ക് പൈനിയൽ ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ അത് തലാമസിന്റെ പിറകിലാണ്. ഞാനപ്പോൾ വരയ്ക്കാം. ഇത് മിഡിലെയാണ് ആൻഡ് ഇത് പോൺസ് ആണെന്ന് വിചാരിച്ചാൽ ഇത് മിഡ് ബ്രെയിൻ ആണെന്ന് വിചാരിച്ചാൽ ഇതിന്റെ മുകളിലാണ് ഇങ്ങനെ തലാമസ് ഇരിക്കുക. സോ ഇതിന്റെ പിറകിലാണ്. സോ ഇവിടെ ഹൈപ്പോതലാമസ് ഉണ്ട്, ഇവിടെ പിറ്റ്യൂട്ടറി ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇതാണ് ഇതിന്റെ പിറകിലായിട്ടാണ് ഇരിക്കുക. സോ ദ പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ തലാമസ് ആണ് ആൻഡ് ദിസ് പാർട്ട് ഓഫ് എൻസെഫലോണിന്റെ ഭാഗമാണ്. സോ അപ്പോൾ അതിനെ ഇത് ഹൈപ്പോതലാമസ് ആണ്, ഇത് വെറും തലാമസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എപി തലാമസ്. സോ പീനിയൽ ബോഡിയെ നമ്മൾ എപി തലാമസ് എന്നും നമ്മൾ വിളിക്കും. സോ പീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺ ലൈക്ക് സ്ട്രക്ചർ എന്നാണ്. കോൺ ലൈക്ക്, അതുകൊണ്ടാണ് പീനിയ കോൺ ലൈക്ക് സ്ട്രക്ചർ ഉള്ള. ഏകദേശം ഒരു 10 മില്ലിമീറ്ററിൽ താഴെ ഉള്ളൂ, 0.8 മില്ലിമീറ്റർ അത്രയേ ഉള്ളൂ സംഭവം. ആൻഡ് ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം 100 മില്ലിഗ്രാം മാത്രമാണ്. കളർ ഒരു റെഡിഷ് ഗ്രേ കളർ ഒരു ഗ്ലാൻഡ് ആണ് ഈ പൈനിയൽ ഗ്ലാൻഡ്. മറ്റു പേരുകൾ പൈനിയൽ ബോഡി എന്നും വിളിക്കും, പൈനിയൽ ബോഡി. ദെൻ പേരാണ് കൊണോറിയം എന്നും നമ്മൾ തന്നെ വിളിക്കാറുണ്ട്. ദെൻ വേറെ പേര് എപ്പിഫൈസിസ് സെറിബ്ര എന്നും വിളിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു എപ്പിതലാമസ് എന്ന പേരും ഇതിനുണ്ട്. ആൻഡ് ഇതിന് ആത്മാവിന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ തേർഡ് ഐ എന്നൊക്കെ പേരിലൊക്കെയാണ് ഇത് മെറ്റാഫിസിക്സ്, ഫിലോസഫിക്കൽ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറയാറുള്ളത്. നമ്മൾക്കിതൊരു ഫിസിയോളജിക്കൽ ഓർഗൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എപ്പിതലാമസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് നമുക്ക്. ഇനി ഇതിൽ വിവിധതരം സെൽസ് ഉണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട 2 തരം സെൽസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പീനിയലോസൈറ്റ്സ് ആണ്. പീനിയലോസൈറ്റ്സ് എന്ന് പറയുന്നതാണ് 95% സെൽസ് ഇതാണ്. സോ ഇതാണ് വരച്ചു വെച്ചിരിക്കുന്ന വലിയ എപ്പിത്തീലിയൽ പാരൻകൈമൽ സെൽസ് ആണിത്. 4 to 5 പ്രോസ് ഉണ്ട്. ഇത് 1, 2, 3, 4, 5 തള്ളി നിൽക്കുന്നതിനാണ് നമ്മൾ പ്രോസസ്സസ് എന്ന് പറയാം. സോ അങ്ങനെയുള്ള ഒരു പോളിഹൈഡ്രൽ സെൽസ് ആണ് പീനിയലോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ നത്തിങ് ബട്ട് മോഡിഫൈഡ് ബ്രെയിനിലുള്ള മോഡിഫൈഡ് ന്യൂറോൺസ് തന്നെയാണ് ഇത്. ആൻഡ് ഇതിൽ നിന്നാണ് നമ്മൾ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഉണ്ടാവുക. ആൻഡ് ഇതിൽ നിന്ന് ഇത് തേർഡ് വെൻട്രിക്കിൾ ആണ്. തേർഡ് വെൻട്രിക്കിളിന്റെ ചുറ്റുമുള്ള എപ്പൻഡൈമൽ സെൽസ് ആണ് ഈ കാണുന്നത്, എപ്പൻഡൈമൽ സെൽ. സോ ഇതിനകത്തേക്ക് പോകാം. ആൻഡ് ഓൾസോ ബ്ലഡ് വെസൽ നിന്ന് ഇതിനകത്തേക്കും സംഭവം സെക്രീഷൻ അങ്ങോട്ടേക്കും പോകും. 2 രീതിയിലേക്കും പോകാം, മെലറ്റോണിന് കടക്കാൻ പറ്റും. ആൻഡ് പ്രായമാവും തോറും ഈ സെല്ലിനകത്ത് കാൽസിഫിക്കേഷൻ ഉണ്ടാകും. കാൽഷ്യം ക്രിസ്റ്റൽസ് ഇങ്ങനെ അടിഞ്ഞുകൂടും. കാൽഷ്യം ക്രിസ്റ്റൽസ് ഈ സെല്ലിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇതിനാണ് നമ്മൾ ബ്രെയിൻ സാൻഡ് എന്ന് വിളിക്കുക. ബ്രെയിനിലുള്ള മണൽത്തരികൾ എന്നൊക്കെ പറയുന്നത് ഇതാണ് ബ്രെയിൻ സാൻഡ്. നത്തിങ് ബട്ട് കാൽഷ്യം ക്രിസ്റ്റൽസ് ഇൻസൈഡ് ദിസ് പീനിയലോസൈറ്റ്സ്. സോ ഇതാണ് 95% സെൽ. ഇതല്ലാതെ മറ്റ് ന്യൂറാഗ്ലിയൽ സെൽസുകൾ, ന്യൂറാഗ്ലിയൽ സെൽസ് ആണ്. ദെൻ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഉണ്ട്. ദെൻ ഫാഗോസൈറ്റിക് സെൽസ്, WBC സെൽസുകൾ ഉണ്ടാവും. ദെൻ പീനിയൽ ന്യൂറോൺസോ അങ്ങനെയൊക്കെയുള്ള സെല്ലുകളും ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു 90% പീനിയലോസൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ പീനിയലോസൈറ്റ്സിനകത്തേക്ക് നമ്മൾ പറഞ്ഞ ഗ്ലാൻഡിനകത്തേക്ക്, പ്ലീനിയലോസൈറ്റ്സ് അല്ല ഗ്ലാൻഡിനകത്തേക്ക് 2 ന്യൂറൽ സപ്ലൈ ഉണ്ട്. ഒന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ സപ്ലൈ ഉണ്ട്, അടുത്തത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും സപ്ലൈ. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയോണിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കണക്ഷൻ വരുന്നത് ഓട്ടിക് ഗാംഗ്ലിയോണിൽ നിന്നാണ്. സോ 2 സംഭവത്തിൽ നിന്ന് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കണക്ഷൻ ഈ ഗ്ലാൻഡിനകത്തേക്കാണ്. ഇനി ഇത് ഉണ്ടാകുന്നത് ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡ് ആണ്. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, പ്രധാനപ്പെട്ട ഹോർമോൺ ഇതാണ് ഞാൻ പറഞ്ഞു. ആൻഡ് ഉണ്ടാകുന്നത് അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. ഈ അമിനോ ആസിഡിനകത്തേക്ക് നമ്മൾ ഹൈഡ്രോക്സിലേഷൻ നടത്തി കഴിയുമ്പോൾ 5-ഹൈഡ്രോക്സി-OH ട്രിപ്റ്റോഫാൻ ഉണ്ടാകും. ദെൻ അതിനെ നമ്മൾ ഡീകാർബോക്സിലേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ അല്ലെങ്കിൽ ഇതാണ് സിറോട്ടോണിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ സിറോട്ടോണിൽ നിന്നാണ് നമ്മൾ ഇതിനുണ്ടാക്കിയെടുക്കുന്നത് 5-മീതോക്സി എൻ അസറ്റൈൽ ട്രിപ്റ്റമിൻ. അതാണ് 5-മീതോക്സി എൻ അസറ്റൈൽ ട്രിപ്റ്റമിൻ ആണ് ഈ മെലാറ്റോണിൻ എന്ന്. ട്രിപ്റ്റമിൻ അമീൻ ആണ് മെലാറ്റോണിൻ എന്ന് നമ്മൾ ഈ പറയുന്ന ഹോർമോൺ. ആൻഡ് ഇതിന്റെ സിന്തസിസ് ഇവിടെ നടക്കാനും നടക്കാതിരിക്കാനും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് വെളിച്ചവുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽസ്. സോ ദർ ഈസ് സം കണക്ഷൻ വിത്ത് ദ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാവണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കും. അപ്പോൾ നമുക്കിനി മെലാറ്റോണിനെ കുറിച്ച് പറയാം. മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ്റനൻസ്. ഞാൻ എഴുതുന്ന വാക്ക് ശ്രദ്ധിക്കുക, മെയിൻ്റനൻസ് ആൻഡ് കോഓർഡിനേഷൻ ഓഫ് എന്താണ് സിർക്കേഡിയൻ റിതമിന്റെ മെയിൻ്റനൻസ് ആൻഡ് കോർഡിനേഷൻ. സിർക്കേഡിയൻ റിതത്തിനെ നമുക്ക് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ എന്നും വിളിക്കും. സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളിന്റെ മെയിൻ്റനൻസ് ആൻഡ് കോർഡിനേഷൻ ആണ്, ഉണ്ടാക്കുന്ന കാര്യമല്ല നമ്മൾ പറഞ്ഞത്. സോ ഇത് മറ്റ് ശരീരത്തിലെ വിവിധ ഓർഗനുകളെ കോർഡിനേറ്റ് ചെയ്യുക. സോ കോഓർഡിനേഷൻ ആണ് ഇതിന്റെ പരിപാടി. സോ രാത്രിയായി, പകൽ
പകലായി എന്നൊക്കെ നമ്മുടെ വിവരങ്ങൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് വിവിധ കോശങ്ങളെ അറിയിക്കുക എന്നതാണ് മെലാറ്റോണിന്റെ പ്രധാനപ്പെട്ട പരിപാടി. സോ അപ്പോൾ രാത്രി പകൽ എന്നത് സെൽസ് എങ്ങനെ അറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്ത് നമുക്കറിയാം അകത്തൊരു ലെയർ ഉണ്ട്. തേർഡ് ലെയർ ഈസ് റെറ്റിനൽ ലെയർ ആണ്. റെറ്റിനൽ ലെയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് റോഡ്സ് ആൻഡ് കോൺസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ പ്രകാശത്തോട് വെളിച്ചത്തോട് പ്രതികരിക്കുന്ന ഈ റോഡ്സും കോണും അല്ലാതെ മറ്റൊരു സെൽ കൂടിയുണ്ട് കണ്ണിൽ. അതിനെ നമ്മൾ വിളിക്കുക ഫോട്ടോ റിസെപ്റ്റീവ് ഗാംഗ്ലിയോൺ സെൽസ്. സോ ദീസ് ആർ ഗാംഗ്ലിയോൺ തന്നെയാണ്, ഗാംഗ്ലിയോൺ സെൽസ് ആണ്. PRGC എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേറൊരു പേര് കൂട്ടിയിട്ട് ഇതിന് ഇൻട്രിൻസിക്കലി ഫോട്ടോസെൻസിറ്റീവ് റെറ്റിനൽ സെൽസ്. സോ ഇൻട്രിൻസിക്കലി ഫോട്ടോസെൻസിറ്റീവ് റെറ്റിനൽ സെൽസ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറ്. സോ ഇതാണ് PRGC. സോ ഇതും വെളിച്ചത്തോട് പ്രതികരിക്കും. സോ ഈ സെല്ലിൽ നമ്മൾ റോഡ്സിൽ കോൺസിലൊക്കെ പഠിച്ച എന്തായിരുന്നു? റോഡ്സിനകത്ത് ഒരു പ്രധാനപ്പെട്ട പിഗ്മെന്റ് അല്ലെങ്കിൽ ഫോട്ടോ റിസെപ്റ്റർ, അതിനെ നമ്മൾ പറഞ്ഞത് റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഒരു ഇങ്ങനെയുള്ള പിഗ്മെന്റ് ഉണ്ടാകണം. ആൻഡ് ഇതിനകത്തുള്ള പിഗ്മെന്റ് പേരാണ് മെലാനോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ്. സോ ഈ പിഗ്മെന്റ് ഇതുപോലെ വെളിച്ചത്തോട് പ്രതികരിക്കും. സോ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് വിവരം കൈമാറാനുള്ള സെല്ലാണ് ഫോട്ടോ റിസെപ്റ്റീവ് ഗാംഗ്ലിയോൺ സെൽ എന്ന് പറയുന്നത്. സോ ഈ സെല്ലിൽ നിന്ന് വരുന്ന വിവരങ്ങൾ നമ്മുടെ റോഡ്സ് ആൻഡ് കോൺസിൽ നിന്നും പോകുന്നത് എങ്ങനെയാണ്? ഒപ്റ്റിക് നെർവ് വഴിയാണ്. സോ ഇതിൽ നിന്നും സെയിം അതേ ഒപ്റ്റിക് നെർവ് വഴി പോകുന്നു. ഒപ്റ്റിക് നെർവ് വഴി പോയി എത്തുന്നത് ഹൈപ്പോതലാമസിൽ ഒരുപാട് തരം ന്യൂക്ലിയസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിലൊരു പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ആണ് SCN എന്ന് പറയുന്ന ന്യൂക്ലിയസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക, SCN. സോ ഈ വിവരങ്ങൾ വെച്ചിട്ട് SCNന്റെ അകത്ത് ചില പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കും. ആ പ്രോട്ടീനുകളുടെ പേര് ടിം പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്, പീരീഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോട്ടീനാണ്. ഓക്കെ, ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് സിർക്കേഡിയൻ റിതം എന്ന് പറയുന്ന ടിമ്മും പീരീഡും ഇങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻ്റെ ഒക്കെ സിന്തസിസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. സോ SCN ഈ വിവരങ്ങളെത്തി. സോ SCN ആണ് എന്ത്? നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് SCN. സോ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസ് ഇൻ ഹൈപ്പോതലാമസ് ആണ്. അതാണ് ബയോളജിക്കൽ ക്ലോക്ക്. സോ ഇവിടെ വിവരങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ മറ്റ് സെല്ലിനെ അറിയിക്കുക. എന്നിൽ രാത്രിയാണ് പകലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ സംഭവിച്ചിട്ടുണ്ടെന്ന് മറ്റ് സെല്ലുകളെ അറിയിക്കാൻ, അതിനാണ് നമുക്ക് എന്ത് വേണ്ടത്? മെലാറ്റോൺ. സോ അതുകൊണ്ടാണ് ഞാൻ മെയിൻ്റനൻസ് ആൻഡ് കോർഡിനേഷൻ, സിന്തസിസ് അല്ലെങ്കിൽ ഉണ്ടാക്കൽ എന്നുള്ള വാക്കല്ല ഞാൻ പറഞ്ഞത്. സോ SCNലെ വിവരങ്ങൾ എത്തുന്ന സ്ഥലമാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ SCNലെയും SCN ഉണ്ട്. ഹൈപ്പോതലാമസിൽ മറ്റൊരു ന്യൂക്ലിയസ്, വേറെ ന്യൂക്ലിയസ് ആണ് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ്. സോ SCN ഉണ്ട്, അവിടെ മറ്റൊരു ന്യൂക്ലിയസ് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് ഉണ്ട്. ഇവയും ചിലതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, മറ്റു സ്ഥലത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ന്യൂക്ലിയയിലെ വിവരങ്ങൾ അനുസരിച്ച് പീനിയൽ ഗ്ലാൻഡ്, സോ ഇത് പീനിയൽ ഗ്ലാൻഡ് ആണെങ്കിൽ ഇതിനകത്ത് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ഉണ്ടാകും. സപ്പോസ് പകലാണെങ്കിൽ ഡേയിലാണെങ്കിൽ നോർ അഡ്രിനാലിൻ റിലീസ് ഇല്ല. ദർ ഇസ് നോ നോർ അഡ്രിനാലിൻ റിലീസ്. സോ മെലാറ്റോണിൻ അപ്പം ഉണ്ടാവുമോ? ഇല്ല, നോ മെലാറ്റോണിൻ. രാത്രിയാണെങ്കിൽ ഈ നോർ അഡ്രിനാലിന്റെ റിലീസ് തടഞ്ഞു വെച്ചിരുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് അത് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നോർ അഡ്രിനാലിൻ റിലീസ് അവിടെ നടക്കുകയും മെലാറ്റോണിൻ കൂടുതലായി സിക്രീറ്റ് ചെയ്യുകയും ചെയ്യും. സോ രാത്രി മെലാറ്റോണിൻ കൂടുതലായിട്ട് റിലീസ് ഉണ്ടാകും, പകലാണെങ്കിൽ അത് ഉണ്ടാവില്ല. കാരണം കണ്ണിൽ നിന്ന് വരുന്ന ഈ സിഗ്നലുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാകും. സോ ഒരു ഏകദേശം ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണെങ്കിൽ എൻ്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ഞാൻ പണ്ട് ചെയ്തത് കിടപ്പുണ്ട്. ആൻഡ് ഈ റിലീസ് ചെയ്ത മെലാറ്റോണിൻ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെത്തിയാൽ അപ്പോൾ നമുക്കറിയാം രാത്രിയായി എന്ന് ആ സെല്ലുകൾക്ക് മനസ്സിലാകും. അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ഈ സെല്ലിനടുത്ത് ഒരു റിസെപ്റ്റർ ഉണ്ട്. രണ്ട് റിസെപ്റ്റർ ഉണ്ട്. ഒന്ന് മെലാറ്റോണിൻ 1 റിസെപ്റ്റർ ഉണ്ട്, ദെൻ മറ്റൊരു റിസെപ്റ്റർ മെലാറ്റോണിൻ 2 റിസെപ്റ്റർ. സോ ഇതിൽ ഇവിടെ നിന്ന് ഒട്ടി പിടിച്ചു കഴിഞ്ഞാൽ സെല്ലിനകത്തുള്ള ഡിഗ്രി സൈക്ലിക് AMP കുറയും. സൈക്ലിക് AMP കുറയുമ്പോൾ സെല്ലുകൾ ഇനാക്റ്റീവ് ആകും, അപ്പോൾ ഉറങ്ങുമായിരിക്കും. സോ മെലാറ്റോണിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ടു മെയിൻറ്റെയിൻ, ഞാൻ പറഞ്ഞു മെയിൻറ്റെയിൻ ആൻഡ് കോഓർഡിനേറ്റ്. അല്ല, ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഇവിടെ എത്തിച്ചു. ഇനി ഇതാണ് ബ്ലഡിലൂടെ എല്ലാ ഭാഗത്തേക്കും പോയി റിസെപ്റ്ററിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും കോഓർഡിനേഷൻ നടക്കും ഓഫ് സിർക്കാഡിയൻ റിതം ദാറ്റ് ഈസ് സെറ്റ് ബൈ SCN സെറ്റ് ചെയ്ത സിർക്കാഡിയൻ റിതം മറ്റ് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന പണി. ദാറ്റ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മെലാറ്റോണിൻ. ഇനി മെലാറ്റോണിന്റെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് റിലേറ്റഡ് ടു റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെലാറ്റോണിന് ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് മനുഷ്യനിൽ ഇത് ചെയ്യാവുന്നത്, മനുഷ്യനിലെ ഗൊണാഡോട്രോഫിൻ ഇൻഹിബിറ്ററി ഹോർമോണിനെ റിലീസ് ചെയ്യുക. അപ്പോൾ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് FSH കുറയും ആൻഡ് ഓൾസോ LH കുറയും. സോ രണ്ടും കുറയുമ്പോഴത്തേക്കും സാധാരണ മനസ്സിലുണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡിലേഡ് പ്യൂബർട്ടിയാണ്. എന്ന് വെച്ചാൽ വേഗത്തിൽ പ്രായപൂർത്തിയാകുന്നില്ല, അല്ലെങ്കിൽ സമയമായിട്ടും പ്രായപൂർത്തിയാകുന്നില്ല. അപ്പോൾ കൂടുതൽ മെലാറ്റോണിൻ
മെലാറ്റോണിൻ ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയാകൽ ചിലപ്പോൾ കുറഞ്ഞേക്കാം. അത് ഒരു കാരണമാണ്. പക്ഷേ ഈ റീപ്രൊഡക്ഷനുള്ള റോൾ പ്രധാനമായിട്ടും മനുഷ്യനിലല്ല എന്നുള്ളതാണ്, മറ്റ് മൃഗങ്ങളിലാണ്. മാമൽസിൽ ഇത് മറ്റു പലതരം മാമൽസിലൊക്കെ ഇതിങ്ങനെ പ്രധാനപ്പെട്ട ആക്ഷനാണ്. മനുഷ്യനിലല്ല ഇതിന് പ്രധാനപ്പെട്ട ആക്ഷൻ. ഏതരം അനിമൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസണൽ സെക്ഷുവൽ ബിഹേവിയർ ഉള്ള മൃഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് പ്രധാനമായിട്ടും മെലാറ്റോണിന്റെ റോൾ. ഉദാഹരണം, വിന്റർ പീരീഡ്സിൽ കൂടുതൽ മെലാറ്റോണിൻ ഉണ്ടാവും. വിന്റർ തണുപ്പ് കാലം, വിന്റർ പീരീഡിൽ മെലാറ്റോണിൻ കൂടുതലാവുമ്പോഴത്തേക്കും ചിലപ്പോൾ ലെസ് റീപ്രൊഡക്ഷൻ കുറയും. അല്ലെ, വിന്റർ സീസണിൽ മൃഗങ്ങൾ കിടന്നുറങ്ങായിരിക്കും. സമ്മർ ആകുമ്പോഴത്തേക്കും ലെസ് മെലാറ്റോണിൻ കുറയുമ്പോഴത്തേക്കും മോർ റീപ്രൊഡക്ഷൻ. സോ ഇങ്ങനെ നടക്കും. ഇത് ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞത്. ചില മൃഗങ്ങളിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. മെലാറ്റോണിൻ വന്നാൽ കൂടുതൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതുണ്ട്, മെലാറ്റോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് കേട്ടോ, നേരെ ഓപ്പോസിറ്റ് റോളും ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ സീസണൽ ബിഹേവിയർ ഇപ്പോൾ പട്ടിക അന്യമാസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെയുണ്ടാണ്. സീസണൽ ബിഹേവിയറിൽ ഇതനുസരിച്ചിട്ട് മെലാറ്റോണിൻ, അവരുടെ ശരീരത്തിൽ മെലാറ്റോണിന്റെ ഒക്കെ പ്രൊഡക്ഷൻ. സോ ബ്രെയിനിലെ മെലാറ്റോണിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇത് രണ്ടുമാണ്. സോ ഒന്ന് നമ്മൾ പറഞ്ഞു ഉറക്കത്തിന്റെ കാര്യമാണ്, രണ്ട് സെക്ഷൽ ബിഹേവിയർ. സോ ഇത് രണ്ടും ബ്രെയിനിലെ മെലാറ്റോണിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ബ്രെയിനിൽ നിന്നുണ്ടാകുന്നതിന് ഇതാണ് പണി എന്ന് പറയുമ്പോൾ, അപ്പോൾ ബ്രെയിനിൽ നിന്നല്ലാതെ മെലാറ്റോണിൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എസ് എന്നാണ്. ഒന്ന് സ്കിന്നിൽ നിന്നുണ്ടാകാം. സ്കിന്നിൽ നിന്ന് ഇത് നമ്മുടെ UV അതിൽ തന്നെ ബീറ്റാ റേസിനെ തടയുന്നു. സോ തടഞ്ഞിട്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ പ്രൊട്ടക്ഷൻ ഓഫ് സ്കിന്നിന് വേണ്ടി സ്കിന്നിലെ സെല്ലുകൾ മെലാറ്റോണിൻ ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന വേറെ ആൾക്കാർ നമ്മുടെ ശരീരത്തിലുള്ളത് പ്രധാനപ്പെട്ട ആൾ WBC വെളുത്ത രക്താണുക്കളാണ്. അത് ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം. ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കലായിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മൾ മെലാറ്റോണിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഉറങ്ങുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാര കുറയണോ കൂടണോ എന്ന് വെച്ചാൽ കുറഞ്ഞാൽ മതി, അല്ലെ, അളവ് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസുലിന്റെ സെക്രീഷൻ ഓർ റിലീസ്, ഇൻസുലിൻ റിലീസ് ഇൻഹിബിറ്ററി ആക്ഷനും ഉണ്ട്. ആർക്ക്? മെലാറ്റോണിൻ ഉണ്ട്. നാലാമത്തെ ഒരു ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട റോൾ ആസ് ആൻ ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിത് ചില മരുന്നുകളിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആന്റി ഓക്സിഡന്റ് ആയിട്ട്. ഉദാഹരണത്തിന് ക്ലോമിഫിൻ സിട്രേറ്റ് എന്നൊക്കെ പറയുന്ന ആ മരുന്നിന്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ മെലാറ്റോണിൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ആയിട്ടാണ്. ഇനി അഞ്ചാമത്തത്, ഇതിനെ കുറച്ച് ആന്റി ഏജിങ് ഫലം ഉണ്ട്, പ്രായം കുറയ്ക്കുന്ന ചില ഫലങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോ സ്ലീപ്പ് ആൻഡ് സെക്ഷൽ ബിഹേവിയറിലൊക്കെ പ്രധാന പ്രവർത്തനമുള്ള മെലാറ്റോണിനെ പറ്റി, അതിന്റെ ഗ്രൂപ്പുകളെ പറ്റിയുള്ള മരുന്നുകളെ പറ്റി ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ, മെലാറ്റോണിൻ ഫാർമക്കോളജിയിൽ വീഡിയോസിൽ നമുക്ക് പറയാം. സോ നമ്മൾ ഫിസിയോളജിയാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.